സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം നഗരത്തിൽ 1.5 മണിക്കൂറിൽ ലഭിച്ചത് 52 മില്ലിമീറ്റർ മഴയാണ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. സുലേഖ ശശികുമാർ ചേരുന്നു വിവരങ്ങൾ നൽകാൻ. സുലേഖ, അതിതീവ്ര മഴ മുന്നറിയിപ്പ് നിരവധി ജില്ലകളിൽ നിലനിൽക്കുന്നു. എങ്ങനെയാണ് മഴയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ? അസിത, എന്തായാലും സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്ന് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴ മുന്നറിയിപ്പാണ് ഇത്തരത്തിൽ ഓറഞ്ച് അലർട്ട് കൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉദ്ദേശിക്കുന്നത്. അതിനൊപ്പം തന്നെ കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകൾ ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യം അത് സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. എന്തായാലും മധ്യ തെക്കൻ കേരളത്തിൽ അതിശക്തമായി തന്നെ മഴ തുടരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ അസിത സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 1 മണിക്കൂറിൽ മാത്രം തിരുവനന്തപുരം നഗരത്തിൽ മാത്രം ലഭിച്ച മഴയുടെ അളവ് എന്ന് പറയുന്നത് 52 മില്ലിമീറ്റർ മഴയാണ്. നമ്മൾ ഇപ്പോൾ ഉള്ളത് കരമനയാറിന്റെ തീരത്താണ്. ഇവിടെ കരമനയാർ കരകവിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു മഴ തന്നെയാണ് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം തന്നെ ഈ തെറ്റയാറിന്റെ കര കവിയുന്ന ഒരു സാഹചര്യം, അത് ഈ തെറ്റയാറിന്റെ കര കവിഞ്ഞതോടുകൂടി സർവീസ് റോഡുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ നഗരപ്രദേശങ്ങളിൽ റോഡുകളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പാറ്റൂര്, ചാക്ക അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അത് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്നിരുന്നാലും സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നുണ്ട്. അതിനൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിലും ഇത്തരത്തിൽ അതിശക്തമായ മഴ തുടരുകയാണ്. അതിനൊപ്പം തന്നെ ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും കടലാക്രമണ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്നുള്ള കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ മഴ തുടരുന്ന സാഹചര്യത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകൾ അത് ആവശ്യമായ സാഹചര്യത്തിൽ വിലക്കേർപ്പെടുത്തിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്ന ദുരന്ത നിവാരണ അതോറിറ്റി ടൂറിസം വകുപ്പിനോടും ഒപ്പം DTPCയോടും ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആവശ്യമായ സാഹചര്യങ്ങളിൽ മലയോര പ്രദേശം അടക്കമുള്ള പ്രദേശങ്ങളിലെ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് ആവശ്യമുള്ള സാഹചര്യങ്ങൾ ആവശ്യാനുസരണം നിർദ്ദേശങ്ങൾ നൽകണമെന്നുള്ള ഒരു കാര്യം, അത് കൃത്യമായി നൽകണമെന്നുള്ള കാര്യം ദുരന്ത നിവാരണ അതോറിറ്റി ടൂറിസം വകുപ്പിനും ഒപ്പം DTPC അധികൃതർക്കും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് വളരെ വലിയ രീതിയിലാണ് ഇത്തരത്തിൽ ഉച്ചയോട് തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുന്നൊരു സാഹചര്യം, വലിയ രീതിയിൽ തന്നെ മഴ തുടരുന്നൊരു സാഹചര്യമാണുള്ളത്. ഇത്തരത്തിൽ മഴ തുടരുന്നൊരു സാഹചര്യത്തിൽ ഈ മഴയുടെ ശക്തി അത് മണിക്കൂർ കഴിയും തോറും ഇത്തരത്തിൽ മഴയുടെ ശക്തി കൂടുന്നൊരു സാഹചര്യമാണുള്ളത്. ഈ സാഹചര്യത്തിൽ തന്നെ തീരദേശത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും ഒപ്പം കടലാക്രമണ സാധ്യതയും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തീരദേശത്തുള്ളവർക്ക് ആവശ്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആവശ്യമായ സാഹചര്യങ്ങളിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ മാറി താമസിക്കേണ്ടി വന്നാൽ അത്തരത്തിൽ യാതൊരു മടിയും കൂടാതെ ഈ അധികൃതരുടെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തങ്ങൾ നിൽക്കുന്ന ഇടത്തിൽ നിന്ന് സുരക്ഷിതമല്ലാത്ത തങ്ങളുടെ ഇടത്തിൽ നിന്ന് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണമെന്നുള്ള നിർദ്ദേശം അത് നൽകിയിട്ടുണ്ട്. അത് കൃത്യമായി പാലിക്കണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി ആയാലും കാലാവസ്ഥ വകുപ്പായാലും മറ്റ് വകുപ്പുകളായാലും ഒക്കെ തന്നെയും നൽകുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്. ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് മണിക്കൂറുകൾക്കകം കാലവർഷം കൂടി സംസ്ഥാനത്ത് എത്തുമെന്ന മുന്നറിയിപ്പ് കൂടി വരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിക്കുന്നത്? ഇന്ന് തന്നെ 24 മണിക്കൂർ തന്നെ കാലവർഷം കൂടി എത്തുന്ന സാഹചര്യം ഉണ്ടാകുമോ? തീർച്ചയായും വേനൽ മഴ ലഭിക്കേണ്ടതിൽ കൂടുതൽ അളവിൽ വേനൽ മഴ ഇതിനോടകം തന്നെ സംസ്ഥാനത്ത് ലഭിച്ചിട്ടുണ്ട്. കാലവർഷം 24 മണിക്കൂറിന് ഉള്ളിൽ എത്തുമെന്നാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. എന്തായാലും കാലവർഷത്തിനോട് സമാനമായിട്ടുള്ള ഒരു രീതിയിൽ ഉള്ള മഴ തന്നെയാണ് ഇപ്പോഴും സംസ്ഥാനത്ത് തുടരുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ
ഈ കാലവർഷം ആദ്യം പറഞ്ഞത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം ആദ്യം കാലവർഷം മെയ് 31 എത്തുമെന്നായിരുന്നു. പക്ഷേ മെയ് 31 അതിന് മെയ് 30 എത്തുമെന്ന് പിന്നീട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ഉച്ചയോടെയാണ് ഇത്തരത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 24 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് കാലവർഷം എത്തുമെന്നുള്ള ഒരു അറിയിപ്പ് നൽകിയത്. ഈ കാലവർഷം കേരളത്തിൽ എത്തുന്നതുമായി ബന്ധപ്പെട്ട് അതിന് അനുയോജ്യമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഈ പടിഞ്ഞാറൻ കാറ്റ് അത് ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഒപ്പം മൺസൂൺ കാറ്റും അതിനൊപ്പം തന്നെ ഈ തെക്കൻ തമിഴ്നാട് തീരത്ത് നിലനിൽക്കുന്ന ചക്രവാത ചുഴി ഇത് മൂന്നുമാണ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ അതിശക്തമായ മഴ തുടരാനുള്ള ഒരു കാരണമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഈ മൂന്ന് കാര്യങ്ങളും അത് തുടരുകയാണ്. ആ സാഹചര്യത്തിൽ വരുന്ന 7 ദിവസം കൂടി ഇത്തരത്തിൽ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ കാലവർഷം കൂടി നാളെയോടുകൂടി കാലവർഷം എത്തുമെന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ മഴയ്ക്ക് ശമനമില്ലാത്തൊരു നാളുകളായിരിക്കും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും 24 മണിക്കൂറിനുള്ളിൽ കാലവർഷം സംസ്ഥാനത്ത് എത്തുമെന്നാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇനി സംസ്ഥാനത്ത് കാലവർഷം കൂടി എത്തുന്ന സാഹചര്യത്തിൽ മഴയ്ക്ക് ശമനമില്ലാത്ത ദിവസങ്ങളായിരിക്കും ഉണ്ടാവുക. അതിനൊപ്പം തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും ഒപ്പം ശക്തമായ കാറ്റിനുള്ള സാധ്യതയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തീരദേശത്തുള്ളവർക്കും മലയോര പ്രദേശങ്ങളിൽ ഉള്ളവർക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ അത് ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ വകുപ്പും ഒക്കെ തന്നെയും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. സിത ശരി, സുലേഖ ശശികുമാറാണ് സംസ്ഥാനത്തെ പൊതുവിലുള്ള മഴ സാഹചര്യം അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നത്. വേനൽ മഴ ശക്തി പ്രാപിക്കുന്നു സംസ്ഥാനത്ത്. തിരുവനന്തപുരത്ത് അതിതീവ്ര മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ഉണ്ട്. ഒപ്പം തന്നെ കാലവർഷം 24 മണിക്കൂറിനുള്ളിൽ എത്തും എന്ന മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ വകുപ്പ് നൽകുകയാണ്.